കറിച്ചട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു സ്നാക്സാണ്. അത് സുക്കിനി എന്ന് പറഞ്ഞൊരു വെജിറ്റബിൾ എടുത്തിട്ടാണ് സ്നാക്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത്, അതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാവും. നല്ല ക്രിസ്പി ആവാതെ കുറച്ച് സോഫ്റ്റായിട്ട് നല്ല രസമായിരിക്കും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ 2 കളറില്ല, അതായത് പച്ചയും മഞ്ഞയുമായിട്ട് കളറുള്ള സുക്കിനി എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് നല്ലതായിട്ട് ഇതുപോലെ ഒരു സ്ലൈസ് ചെയ്തെടുക്കണം. ഇത് വളരെ സോഫ്റ്റാണ്, അപ്പോൾ അത് സൂക്ഷിച്ച് ഇതുപോലെ സ്ലൈസ് ചെയ്തെടുക്കുക. നമ്മളിത് രണ്ടും ആവശ്യത്തിന് വേണ്ടത്ര സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. മഞ്ഞയും പച്ചയും സുക്കിനിയാണ്. ഇനി നമുക്ക് വേണ്ടത് മുട്ടയുടെ വൈറ്റാണ്. അപ്പോൾ അത് നമ്മൾ ജാറിലേക്ക് ഇടണം. ഒരു 3 തൊട്ട് 4 മുട്ട ഉണ്ടെങ്കിൽ ഇത്രയും സുക്കിനിക്ക് മതിയാകും. മുട്ടയുടെ വെയിറ്റ് മാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് എടുത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് വെക്കണം. ഇതിലൊരല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് ബ്ലെൻഡ് ചെയ്യുവാണ്. ഇനി നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ച സുക്കിനി ഒരു ബൗളിലേക്ക് ഇടുകയാണ്. ഇത് ഒരു കത്രി, അതായത് വെള്ളരിക്ക പോലത്തെ ഒരു സാധനമാണ്. ഇതിനെ നന്നായിട്ട് നമ്മളതിന് പിഴിഞ്ഞെടുക്കണം. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് വെച്ച് കഴിയുമ്പോൾ കുറച്ച് അതിൻ്റെ വെള്ളം വിടും. അപ്പോൾ അത് അന്നേരം നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് ഇതുപോലെ എടുത്ത് മാറ്റി വയ്ക്കുക. എല്ലാ വെള്ളം പോയി കിട്ടും. ഇതുപോലെ പിഴിഞ്ഞ് മാറ്റി വയ്ക്കുക. ഇനി നമ്മൾ ഒരു ബൗളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച് എഗ്ഗ് വൈറ്റിനെ ഇട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് മുളക് പൊടി, അതുപോലെ കുരുമുളക് പൊടി, കുറച്ച് ഉപ്പും കൂടെ ചേർക്കുക. ഇനി കോൺഫ്ലവറാണ് ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ നന്നായിട്ട് പിഴിഞ്ഞ് വെച്ച സുക്കിനിയും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ സ്റ്റൗവിൽ എണ്ണ ചൂടാകാൻ വയ്ക്കുക. എണ്ണ നല്ല ചൂടായതിന് ശേഷം നമ്മൾ ഓരോ പിടി കുറച്ച് ഒരു ചെറിയ വലുപ്പത്തിൽ ഇതുപോലെ ഫ്രൈ ആക്കാൻ വേണ്ടി ഇടുക. ഇത് ഓരോന്നായിട്ടല്ല, ഒരു ചെറിയ ഒരു പിടി എന്ന് അതുപോലെ ആണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഫുൾ ഡീപ്പായിട്ട് ഫ്രൈ ആക്കേണ്ട, ഒരു മീഡിയം മതി. അതായത് കുറച്ച് സോഫ്റ്റായിട്ടിരിക്കണം ഇത്, എങ്കിൽ നല്ല രുചി വരത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല രുചിയായിരിക്കും ഇത് കഴിക്കുമ്പോൾ. ഇതിൻ്റെ കൂടെ മയോണൈസോ അല്ലെങ്കിൽ സോസ് എന്തെങ്കിലും ചേർത്ത് കഴിക്കാം. വളരെ രുചിയായിരിക്കും. അപ്പോൾ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.